السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. الله سبحانه وتعالى ഈ പരിശുദ്ധ വെള്ളിയാഴ്ച രാവിലെ മഹാനാകുന്ന കാളമ്പാടി ഉസ്താദിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ മുബാറക്കായ സദസ്സിൽ നാം ഒരുമിച്ച് കൂടിയത് ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ദുആ ചെയ്യണമെന്ന് നിരവധി ആളുകൾ നമ്മോടൊക്കെ ആവശ്യപ്പെടാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും എല്ലാ ഖൈറായ മുറാദുകളെയും ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, നേതാക്കളെ, നല്ലവരാകുന്ന രക്ഷിതാക്കളെ, മാന്യ സഹോദര സഹോദരിമാരെ, വളരെ സുദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് വരുന്നതിന് പകരം ഏതാനും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി സമയം ചെലവഴിച്ച് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഈ പ്രദേശത്ത് വച്ചാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതിനാൽ വളരെ ചുരുങ്ങിയ രൂപത്തിൽ തന്നെ വിശദീകരിക്കാതെ പറഞ്ഞാൽ കാര്യം വേഗം ബോധ്യമാകുന്ന സ്ഥലമാണിത്. കാരണം കാളമ്പാടി ഉസ്താദിന്റെ 78 കൊല്ലത്തെ ജീവിതത്തെ വളരെ കൃത്യമായി അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ഭാഗം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ജീവിതത്തിൽ നിന്ന് അറിയാത്ത ഒരു ഭാഗമായി, പുതിയ ഒരു ചരിത്രമായി മറ്റേതോ ലോകത്ത് പറയുന്നത് പോലെ ഈ മീനാർക്കുടി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് പറയേണ്ടി വരില്ല. ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ സ്വീകരിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? ആ ഒരു ഭാഗം മാത്രമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. കേവലം ഒരു സംഘടനയെ നയിച്ച ഒരാളെ അനുസ്മരിക്കാനല്ല ഈ സദസ്സ്. സാധാരണ സംഘടനകളും പാർട്ടികളുമൊക്കെ സംഘടിപ്പിക്കുന്നത് പോലെ നേതാവിനെ അനുസ്മരിക്കാനുള്ള ഒരു ചടങ്ങായി മാത്രമല്ല.
78 കൊല്ലക്കാലം ജീവിച്ച് ആ ജീവിതത്തിലൂടെ തന്റെ ബാധ്യതകൾ പൂർത്തീകരിച്ച് കടന്നുപോയ ഒരു മഹാനാകുന്ന ഒരു പണ്ഡിത ശ്രേഷ്ഠരെ അനുസ്മരിക്കുന്നതിലൂടെ ആ ഒരു ജീവിതം നമ്മിലേക്ക് കടന്നു വരാനുള്ള, ആ ഒരു ജീവിതത്തെ നമുക്ക് പകർത്താനുള്ള ഏറ്റവും പരിശുദ്ധമായ ഒരു അവസരമായിട്ടാണ് ഈ സദസ്സിനെ നാം കാണേണ്ടത്. ഒരാളുടെ ചരിത്രം പഠിക്കുക എന്നതിലപ്പുറം ഒരാളെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുക എന്നതിലപ്പുറം ഈ സദസ്സിൽ നിന്ന് നമുക്ക് ചിലതൊക്കെ നേടിയെടുക്കാനുണ്ട്, ചില നിലപാടുകൾ സ്വീകരിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ അബദ്ധങ്ങളെ, അപകടങ്ങളെ ഈ സദസ്സിൽ വെച്ച് നമുക്ക് തിരുത്തേണ്ടതുണ്ട്. ആ തരത്തിലുള്ള ഒരു മഹത്തായ സദസ്സായി ഈ സദസ്സിനെ കാണണം, സ്വീകരിക്കണമെന്നാണ് ഒരു സംസാരത്തിന്റെ ആമുഖമായി എനിക്ക് എന്നെയും എന്റെ സദസ്യരെയും ഉണർത്താനുണ്ട്. ഈ സദസ്സ് കൊണ്ട് വലിയ ഒരു നേട്ടം നമുക്ക് വേണം. ഞാൻ ഇന്ന് നേരം പുലർന്നതിന് ശേഷം എന്റെ സ്വന്തം നാട്ടിൽ, എന്റെ മഹലിൽ തന്നെ 2 ആളുടെ മയ്യത്ത് നിസ്കരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരുപക്ഷെ ഈ സദസ്സിൽ ഇന്നത്തെ രാത്രിയിൽ മരിക്കേണ്ട ഒരാൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് ഞാനായിരിക്കാറുണ്ട്. ആ ഒരു വിചാരത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകുമ്പോൾ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള അറ്റമില്ലാത്ത ആ പരിശുദ്ധ ലോകം, ആ ലോകത്തെക്കുറിച്ചുള്ള ഒരു വിചാരം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ജീവിതം തുറന്നു പറയും, നമ്മുടെ മനസ്സ് തുറന്നു പറയും. ഈ സദസ്സിൽ നിന്ന് നമുക്ക് ഉറക്കെ പറയേണ്ടി വരും, കാളമ്പാടി ഉസ്താദിനെ പോലെ ജീവിക്കണം. ദുനിയാവിൽ വല്ലതും നേടലായിരുന്നു ലക്ഷ്യമെങ്കിൽ കാളമ്പാടി ഉസ്താദ് അങ്ങനെ അല്ല ജീവിക്കേണ്ടത്. ഭൗതികമായ വല്ല താല്പര്യങ്ങളും ആ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ 78 കൊല്ലത്തെ ജീവിതം അങ്ങനെ ആവുമായിരുന്നില്ല. ശൈഖുനായെ സംബന്ധിച്ചിടത്തോളം പ്രായമേറെയായി നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന, വടികുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു സമയത്ത് തന്റെ സ്വഭാവങ്ങൾ ഇങ്ങനായി തീർന്നതല്ല. ചെറുപ്പകാലത്ത് ഓതിപ്പടിക്കുന്ന കാലഘട്ടത്തിലെ ആ സ്വഭാവത്തെക്കുറിച്ച് അടുത്തറിയുന്ന സഹപാഠികൾ പറയുന്നത് മഹമൂദര് ആ കാലത്തും ഇങ്ങനെ തന്നെയാണ്. സ്വന്തം സഹപാഠികൾ അങ്ങനെയാ പറയുന്നത്. 1961 വെല്ലൂര് ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് റാങ്കുകാരനായി ഈ കേരള മണ്ണിലേക്ക് തിരിച്ചു വരുമ്പോ ആ കാലഘട്ടത്തിലെ സഹപാഠികൾക്ക് പറയാനുള്ളത് മഹാനാകുന്ന കാളമ്പാടി ഉസ്താദിന്റെ വളരെ കൃത്യമായ അച്ചടക്കത്തെക്കുറിച്ചാണ്, അവിടുത്തെ സംസാരത്തിലെ മിതത്വത്തെക്കുറിച്ചാണ്, ആ പരിശുദ്ധ ജീവിതത്തിലെ ആത്മീയതയിൽ അധിഷ്ഠിതമായ അഴകുള്ള ഒരു ജീവിത ക്രമത്തെക്കുറിച്ചാണ്, ആ പരിശുദ്ധ ഹൃദയത്തിന്റെ ഭൗതിക താൽപര്യങ്ങളോടുള്ള രാജിയെക്കുറിച്ചാണ്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാകുന്ന മഹാരഥന്മാരോടുള്ള ആ സാമീപ്യത്തെക്കുറിച്ചാണ്. ഈ കാലമല്ല, ഏതു കാലം അങ്ങനെയാ പറയുന്നത്. നമുക്ക് അവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ആലോചിക്കാം, ചില കാര്യങ്ങൾ നമുക്ക് പറയാം. ഇവിടെ പണ്ഡിതന്മാരായി എത്ര പേര് അറിയപ്പെടുന്നവരുണ്ട്, ഏതെല്ലാം തരത്തിലാണ് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായും മനസ്സിനകത്തേക്ക് കടന്നു വരുന്ന ചെറിയ ചെറിയ താൽപര്യങ്ങളും സ്വന്തം ശരീരത്തിന്റെ, സ്വന്തം ജീവിതത്തിന്റെ ഭൗതികമായ ചില താൽപര്യങ്ങളും ഏതെങ്കിലും ഒരു ഭാഗത്ത് കണ്ടെത്താൻ കഴിയും. അതൊന്നുമല്ല, നമ്മളൊക്കെ തന്നെ ഒരു ഡോക്ടർ മുമ്പിലേക്ക് പോയ സന്ദർഭം. ഞാനൊരു ചെറുപ്പക്കാരനാണ്, 40 താഴെയാണ് എന്റെ വയസ്സ്.
വയസ്സ് തന്നെ.